നോക്കിക്കോ. എൻ്റെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തൈകൾ ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക, അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരിക. അങ്ങനെ കുറേ ആളും ബഹളമൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ നട്ടിട്ട് ഓരോരുത്തർ ഓരോ ഫോട്ടോ എടുത്തിട്ട് പോവുക. അപ്പോൾ നമ്മൾ എന്ത് പദ്ധതി ആയാലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതിലാണ് പാട്. അപ്പോൾ ഞാനിത് അത്ഭുതം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. അതായത് കഴിഞ്ഞ വർഷം നട്ട ഒരു മരത്തിൻ്റെ നിലവിലെ സ്ഥിതി ആഘോഷിക്കാൻ വേണ്ടി ഒരു പരിസ്ഥിതി സംഘടന വന്നതും അതിനു വേണ്ടി അവർ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം ഒരു കൊല്ലം കൊണ്ട് ഇതിങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ആഗ്രഹവും ആത്മാർത്ഥതയും ഇതിനകത്ത് കാണിച്ചതുകൊണ്ടാണ് ഒരു കൊല്ലം കൊണ്ട് ഇതെത്തിയത്. അപ്പം ഒരു ചെടി വെച്ചിട്ട് പോകുന്നതിലും നല്ലത് ആ ചെടിയുടെ നിലവിലെ അവസ്ഥ, നിലവിലെ വളർച്ച, ഈ ചെടിയിൽ നിന്ന് ഇനി നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെടികൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കി വെച്ചവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഇവനോടെ ഈ വർഷത്തെ വാക്യം പോലെ തന്നെ പ്ലാസ്റ്റിക്കിനെ തുരത്തുക. ഇപ്പോൾ ആർക്കും സമയമൊന്നുമില്ല മരങ്ങൾ വയ്ക്കാനായാലും പ്ലാസ്റ്റിക്കിന് റിമൂവ് ചെയ്യാനായാലും. അപ്പോൾ ഈ ഒരു സമയമില്ലാത്ത കാലത്തും മനുഷ്യൻ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കുന്ന സമയത്തും ഈ ഉച്ചയ്ക്ക് ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഇവർ കുറച്ച് ഈ ഭാരവാഹികൾ, സംഘടനയുടെ ഭാരവാഹികൾ ഇവിടെ വന്നിട്ട് ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവരാരെയും അതിന് ഫോഴ്സ് ചെയ്തിട്ടല്ല ഇവിടെ വരുന്നതെന്നും ഇതിൻ്റെ പിന്നിൽ യാതൊരുവിധ അവർക്കൊരു സ്വാർത്ഥ ലാഭങ്ങളും ഇല്ലയെന്നും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതും ഈ ഒരു പുതിയ പദ്ധതി, അതായത് കഴിഞ്ഞ വർഷം വെച്ച മരത്തിൻ്റെ നിലവിലെ സ്ഥിതിയുടെ പരിചരണം എന്നുള്ള രീതിയിൽ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നതിനും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തുവെന്നും അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ കൊല്ലം നട്ട മരത്തിനെ പരിപോഷിപ്പിക്കുക എന്നുള്ള ചടങ്ങിനെ പറ്റി ആലോചിച്ചപ്പോൾ തന്നെ അതെന്താ പുതിയ മരമല്ലേ നടേണ്ടത് എന്നൊരു ചിന്ത പലരും ഉന്നയിച്ചു. പക്ഷേ നട്ട മരം പലപ്പോഴും 100 എണ്ണം നട്ടാൽ 10 എണ്ണമെങ്കിലും പിടിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു ആ നട്ട മരം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പരിപോഷിപ്പിക്കുക എന്ന്. തന്നെയുമല്ല, ഇന്നത്തെ മുദ്രാവാക്യം മരം നടാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചതെന്നറിയില്ല. UN നിശ്ചയിച്ചിരിക്കുന്ന മുദ്രാവാക്യം പ്ലാസ്റ്റിക്കിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. പരിസ്ഥിതി ദിനത്തിൽ ഇന്ന് കൊടുക്കുന്ന മുദ്രാവാക്യം അതാണ്. അപ്പോൾ നമ്മൾ മരങ്ങൾ നട്ടതുകൊണ്ട് മാത്രമായില്ല, ആ മരത്തെ ഉപദ്രവിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്യുന്നതിന് ഗവൺമെൻറ് സംവിധാനമുണ്ട്. അതിനോട് എന്തുമാത്രം ആളുകൾ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വിഷയമാണ്. സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. പ്ലാസ്റ്റിക് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ്. പണ്ട് നമുക്കറിയാം DTP എന്ന മറ്റേ പേരുള്ള ഒരു മറ്റേ കീടനാശിനി ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ആവശ്യമായിരുന്നു. പിന്നീട് അത് നിരോധിക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് വന്നു, കാരണം അത് കൂടി വന്നപ്പോൾ. ഇതിപ്പോൾ ലോകത്തിൻ്റെ ഒരു ആവശ്യമാണ്. പക്ഷേ പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ചോളം നമ്മൾ മനസ്സിലാക്കുന്നത് നിരോധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളതല്ല. കാരണം മനുഷ്യൻ്റെ A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പ്ലാസ്റ്റിക് കടന്നു കഴിഞ്ഞു. ഇനി ഓരോരുത്തരും അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് കവിഞ്ഞ് അതിനകത്തൊന്നും നടക്കുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം പ്ലാസ്റ്റിക് ദൂഷ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഉപഭോഗം കുറയ്ക്കുക, അത് വീണ്ടും ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ ചെയ്ത് വീണ്ടും മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക, അതിലേക്ക് ആണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ചും കൂടി ഇവിടെ ക്ലീനായിരുന്നു. അപ്പോൾ ഈ വർഷം വീണ്ടും ഈ മഴയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അപ്പോഴേക്കും മഴ വന്നുകൊണ്ട് പറ്റില്ല. എന്തായാലും നമ്മൾ പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരും മരം നട്ടുപിടിപ്പിക്കുകയാണ്. പക്ഷേ അതിനെ പരിചരിക്കുന്നത് ഞാനും ഈ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പൂർവികർ മനോഹരമായൊരു പ്രകൃതി നമുക്ക് സമ്മാനിച്ചിട്ടാണ് കടന്നുപോയത്. അപ്പോൾ ഇനി വരും തലമുറയ്ക്ക് നമ്മൾ അതുപോലെ തന്നെ ഒരു നല്ല മനോഹരമായൊരു പ്രകൃതിയെ നമ്മൾ സമ്മാനിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച സാറ് പറഞ്ഞായിരുന്നു, ഇത് ഈ പ്ലാസ്റ്റിക് നമുക്ക് ഇല്ലാതെ പറ്റില്ല, പക്ഷേ അതിനെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക വഴി നമുക്ക് അതിൻ്റെ അമിതമായ ഉപയോഗം കുറയ്ക്കാനും കഴിയും. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഒരു മരം നടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്ലാസ്റ്റിക്കിനെ ഉന്മൂലനം ചെയ്യാനും കൂടി ഒരു തീരുമാനം എടുത്ത് വളരെ നല്ലതായിട്ട് തോന്നുന്നു. എന്തായാലും ഈ നട്ട മരം വീണ്ടും അത് എത്രത്തോളം വലുതായി അല്ലെങ്കിൽ
അതിനെ പരിചരിക്കുക. പ്രത്യേകിച്ച് ചിലരൊക്കെ, ഞാനൊക്കെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മരം നടുകയാണെങ്കിൽ ആ മരത്തിനൊരു പേര് നൽകി വിളിച്ച്, വീട്ടിലുള്ളവരുടെ പേര് നൽകി വിളിച്ച് നടുന്നത് നന്നായിരിക്കും എന്നൊക്കെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ SPCയുടെ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് അങ്ങനെയുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ മരത്തെ എന്നും കാണുകയും അപ്പോൾ അതിനകത്ത് കായികങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ അല്പം കൃഷിയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് രാവിലെ കിട്ടുന്ന സമയത്ത് ഞാനത് ചെയ്യും. അപ്പോൾ എനിക്ക് പോയി അതിനകത്ത് കായ്കളും ഒക്കെ ഉണ്ടായി കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ബാക്കി എന്ത് കിട്ടുന്നതിനേക്കാൾ മനസ്സിനൊരു സന്തോഷമാണ്. ഇവിടെ വളരെ ടൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവരുടെ മനസ്സെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും ഈ പ്രിൻറ്റേഴ്സ് അസോസിയേഷൻ ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് ഈ നട്ട മരങ്ങൾ അവനെ സംരക്ഷിക്കാനുള്ളൊരു തീരുമാനമെടുത്ത് വളരെ ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ പരിസ്ഥിതിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. പുതിയ നട്ട് കഴിഞ്ഞ് ഞങ്ങൾ നശിച്ച് പോകുന്നതാണ് പല സ്ഥലത്തും കണ്ടത്. ഇന്ന് രാവിലെ തന്നെ പല സ്ഥലത്തും സാറ് പറഞ്ഞ മാതിരി ഈ പഞ്ചായത്തിൽ നിന്നും നഗരസഭയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുറച്ച് പേർക്ക് കൊടുക്കുന്ന സംവിധാനമാണ് കണ്ടത്. പക്ഷെ അത് പിന്നീട് അതിന് ശ്രദ്ധിക്കുന്നില്ല, അതാണ് പോവാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ചിന്ത വന്ന്, പ്രത്യേകിച്ച് സമീചനക്കും വിജയനും പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു പഴയത് സൂക്ഷിക്കുക. അപ്പോൾ അവിടെ വണ്ടികൾ കിടക്കുകയാണ്, കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. പക്ഷെ അത് വളരെ മനോഹരമായി. ഇനിയും നമുക്കതിന് കൂടുതൽ വളമിട്ട് വരുമ്പോൾ എന്തായാലും അടുത്ത കൊല്ലം ഈ കായ്ക്കുമെന്ന് യാതൊരു സംശയമില്ല എനിക്ക് തോന്നുന്നു. കാരണം 2 കൊല്ലം 3 കൊല്ലത്തിനുള്ളിൽ ഇത് കായ്ക്കും. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലും ഞങ്ങളുടെ ഒപ്പം അല്പം സമയം ചെലവഴിച്ച ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ അജിത് സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ റൈറ്റർ സാറ് കൃഷിക്കാരനാണെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഈ എവിടെയെങ്കിലുമൊക്കെ വീടുകളിലായാലും കുറച്ചിങ്ങനെ പച്ചപ്പ് കാണുമ്പോൾ അത് പോസിറ്റീവ് എനർജി കിട്ടും നമുക്ക്. എല്ലാ പ്രശ്നങ്ങളിലും ഒരു പരിഹാരം കാണുന്നത് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ തന്നെ നമുക്കൊരുപാട് നന്മകൾ പ്രദാനം ചെയ്യും മറ്റുള്ളവർക്കും. അപ്പോൾ അത് പങ്കുവച്ചതിന് ബഹുമാനപ്പെട്ട റൈറ്റർ പോൾസൺ സാറിനും ഞങ്ങളുടെ സംഘടനയുടെ പേരിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റെല്ലാവരും ഇത്ര സമയം നിങ്ങൾ ചെലവഴിച്ചു. ഞങ്ങൾക്കത് ഭയങ്കര ഇതായി. അപ്പോൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.